അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എക്സിന്റെ കയ്യിൽ വൈയുടെ കയ്യിലുള്ളതിന്റെ ഇരട്ടി പണമുണ്ട്. വൈയുടെ കയ്യിൽ സെഡിന്റെ കയ്യിലുള്ളതിനേക്കാൾ 50% കൂടുതൽ പണമുണ്ട്. അവരുടെ കയ്യിലുള്ള ആകെ പണത്തിന്റെ ശരാശരി 110 ആണെങ്കിൽ എക്സിന്റെ കയ്യിൽ എത്ര പണമുണ്ട്? അപ്പൊ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. ഇവരുടെ ശരാശരി ഇവരെ മൂന്നും കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരാശരി 110 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എക്സും വൈയും സെഡും ചേർന്നാൽ എത്ര കിട്ടും? 3 × 110 330 ആണെന്ന് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനി എക്സും വൈയും തമ്മിലുള്ള ഒരു ബന്ധം, വൈയും സെഡും തമ്മിലുള്ള ഒരു ബന്ധം തന്നിട്ടുണ്ട്. ആദ്യം എന്താണ്? എക്സിന്റെ കയ്യിൽ വൈയുടെ കയ്യിലുള്ളതിന്റെ ഇരട്ടി പണമുണ്ട്. അപ്പൊ എക്സിന്റെ കയ്യിൽ എന്തുണ്ട്? വൈയുടെ കയ്യിലുള്ളതിന്റെ ഇരട്ടി പണമുണ്ട്. 2 ആണ്, 2y. എക്സിന്റെ കയ്യിൽ വൈയുടെ ഇരട്ടി പണമുണ്ട്. പിന്നെ വൈയുടെ കയ്യിൽ സെഡിന്റെ കയ്യിലുള്ളതിനേക്കാൾ 50% കൂടുതലുണ്ട്. 50% കൂടുതൽ എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് ഹാഫ് സെഡ്, 50%. ഇത്രയും ചേർന്നാൽ എന്തിന് തുല്യമാവും എന്നാണ് പറഞ്ഞത്? വൈക്ക് തുല്യമാവും. അപ്പോ 1/2 എന്ന് പറയുമ്പോൾ 3/2 സെഡ് ചേർന്നതാണ് വൈ. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു 2y എന്ന് നമുക്കൊന്ന് കിട്ടി. അടുത്ത ബന്ധം y ഈക്വൽ ടു 3/2 z എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് x ഈസ് ടു y ഈസ് ടു z കണ്ടുപിടിക്കണം. അത് നമ്മൾ x ഈക്വൽ ടു 2y ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ x/y കണ്ടുപിടിക്കാം. x/y ഈക്വൽ ടു 2/1. ഈ 2 ഇവിടെ വെച്ചു, ഇവിടെയുള്ള 1 ഇങ്ങോട്ട് കൊണ്ടുവന്നു, 2/1. അപ്പൊ x ഈസ് ടു y ഈക്വൽ ടു 2:1 എന്ന് കിട്ടി. അപ്പൊ x ഈസ് ടു y നമുക്ക് കിട്ടി. ഇനി അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു 3/2z. y ഈക്വൽ ടു 3/2z ആണ്. അതിനകത്തുനിന്ന് ഈ z താഴേക്ക് കൊണ്ടുപോയി നേരത്തെ എക്സിനെ അവിടെ വെച്ച് y താഴേക്ക് പോയതുപോലെ ഇവിടെ z താഴേക്ക് വന്നാൽ y/z ഈക്വൽ ടു 3/2 എന്ന് കിട്ടി. അതിൽ നിന്നും y ഈസ് ടു z ഈക്വൽ ടു 3:2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം x ഈസ് ടു y ഈക്വൽ ടു 2:1 എന്ന് കിട്ടി. രണ്ടാമത് y ഈസ് ടു z ഈക്വൽ ടു 3:2 എന്ന് കിട്ടി. അപ്പൊ ഒന്നുകൂടെ അതിനെ അടുപ്പിച്ചെഴുതാണ്. x ഈസ് ടു y 2:1 ആണ്, y ഈസ് ടു z 3:2 ആണ്. ഇവിടെ വൈയുടെ സ്ഥാനത്ത് രണ്ടും 2 നമ്പറാണ്. ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് x ഈസ് ടു y ഈസ് ടു z കണ്ടുപിടിക്കണമെങ്കിൽ ഈ y ഈക്വൽ ആക്കണം. അപ്പൊ y ഈക്വൽ ആക്കാൻ ഇവിടെ 3 ആയതുകൊണ്ട് മേലെ നമ്മൾ 3 ആക്കണം. അപ്പൊ അവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ 3 × 2 6, നടുവിൽ വൈയുടെ സ്ഥാനത്ത് 3. ഇവിടെ നമ്മളൊന്നും ചെയ്യാത്തത് കൊണ്ട് ആ 2 അങ്ങനെ തന്നെ വന്നു. അപ്പൊ x ഈസ് ടു y ഈസ് ടു z ഈക്വൽ ടു 6:3:2 എന്ന് കിട്ടി. ഇതിൽ നിന്ന് ഈ ഒരു ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എക്സിന് ഈക്വൽ ആണ്, 6 എന്നുള്ളത് എക്സിന് ഈക്വൽ ആയതുകൊണ്ട് 6a ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം, 3a ഈക്വൽ ടു y എന്ന് എടുക്കാം, 2a ഈക്വൽ ടു z എന്ന് എടുക്കാം. അപ്പോൾ ഇതിന്റെ തുക എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 330 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ 6a പ്ലസ് 3a പ്ലസ് 2a 11a ഈക്വൽ ടു 330. അപ്പോൾ a ഈക്വൽ ടു 330/11 ഈക്വൽ ടു 30 എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം എന്താണ്? എക്സിന്റെ കയ്യിൽ എത്ര പണമുണ്ട്? അപ്പൊ എക്സ് ഇതിനകത്ത് എന്താണ്? 6a ആണ്. നമ്മൾ a ആണ് ഇപ്പൊ കണ്ടെത്തിയത്. അപ്പൊ 6a ആണ്. എക്സ് ചോദിച്ചാൽ 6 × 30 ഈക്വൽ ടു 180. അപ്പൊ a ആണെങ്കിൽ അതെന്താണ്? അല്ല a അല്ല, എക്സ് ആണെങ്കിൽ അതെന്താണ്? എക്സ് ആണെങ്കിൽ അത് 6a ആണ്, 180. ഇനി y ആണ് ചോദിച്ചതെങ്കിലോ y ഇതാ 3a ആണ്. y ഈക്വൽ ടു 3a ഈക്വൽ ടു 90. z ആണെങ്കിൽ അത് 2a ആണ്, അത് 60.
ഓക്കെ, ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? എയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം.